സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികളെ നോമിനേഷൻ പത്രിക കംപ്ലീറ്റ് അവിടെ അതിനുള്ളിലായിരുന്നു. അതിൽ കുറേ ആളുകളുടെ ഓഫീസിലുണ്ട്, താഴെയാണ് ഓഫീസ് കിടക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ പോയി ആ പത്രിക കിട്ടിയാലല്ലേ നോമിനേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടി ആദ്യം തടഞ്ഞു വെച്ചു. അങ്ങനെ പ്രശ്നമായി വന്നു. ലാസ്റ്റ് രണ്ടാളിൻ്റെ ഉള്ളിൽ കയറ്റി അങ്ങനെ ചാവി കൊടുത്തു. അങ്ങനെയാണ് പ്രശ്നം പരിഹരിച്ചത്. അപ്പോൾ നോമിനേഷൻ കൊടുക്കാനുള്ള പത്രികയും കാര്യങ്ങളും പിന്നെ അവർക്ക് അവരുടെ നേതാവിനെ കണ്ടേ ഈ വാർഡിൽ മത്സരിക്കുന്നവരാണ്. അതായി അൻവറിൻ്റെ വീടിൻ്റെ വാർഡിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ കൂടിയാണ് അവരൊന്നും നമുക്കറിയാം. അപ്പോൾ എന്തായാലും ആ സ്ഥാനാർത്ഥികൾക്ക് പത്രിക ഉണ്ടായിരുന്നത് പി വി അൻവർ വീട്ടിലായിരുന്നു. തൃണമൂൽ സ്ഥാനാർത്ഥികൾ ഇവിടെ മലപ്പുറം ജില്ലയിൽ വിവിധ മത്സരിക്കുന്നുമുണ്ട്. ആ സ്ഥാനാർത്ഥികളുടെ പത്രിക എടുക്കുന്നതിന് തടസ്സം നിന്നതോടെയാണ് ഇന്ന് അവസാന ദിവസം കൂടിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതിന്. അതിന്റെ പേരിൽ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടാകുന്ന സാഹചര്യം. മറ്റു സ്ഥാപനങ്ങളിലും റെയ്ഡ് ഒരേ സമയം നടക്കുന്നുണ്ട്. KFC ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ റെയ്ഡ് ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ? KFC ഉദ്യോഗസ്ഥരുടെ വീടുകളിലും റെയ്ഡ് ഉണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ED ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള സ്ഥിരീകരണം വരേണ്ടതുണ്ട്. കാരണം 3 തവണകളിലായി 12 കോടിയോളം രൂപ 2 കമ്പനികളുടെ പേരിലായിട്ട് പി വി അൻവർ ലോൺ എടുത്തിരുന്നു. നേരത്തെ ഈ കേസിൽ തന്നെയാണ് വിജിലൻസിൻ്റെ പരിശോധന തുടർച്ചയായി പി വി അൻവറുടെ വീട്ടിലും അതുപോലെ തന്നെ മഞ്ചേരിയിലെ സിൽസില പാർക്കിലുമൊക്കെ തന്നെ നടക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ പി വി അൻവർ വാർത്താ സമ്മേളനം വിളിച്ച് വിശദീകരണം നൽകുകയൊക്കെ ചെയ്തിരുന്നു. ആ വായ്പ മാത്രം ഏകദേശം 22 കോടി 60 ലക്ഷം രൂപയോളം പി വി അൻവർ തിരിച്ച് അടയ്ക്കാനുണ്ട് എന്നുള്ളതാണ്. വൺ ടൈം സെറ്റിൽമെൻറ്റിന് തങ്ങൾ ശ്രമിച്ചെങ്കിൽ പോലും അതിന് KFC തയ്യാറാകുന്നില്ല എന്നുള്ളതായിരുന്നു അൻവർ ഉയർത്തിയിരുന്ന ആരോപണമൊക്കെ. ആ സംഭവങ്ങൾക്ക് ഇപ്പോഴും അതേ ഭാഗത്ത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ കൂടി സിയാദിന്റെ വീട്ടിലും EDയുടെ റെയ്ഡ് ഉണ്ട്. ഇപ്പോൾ പി വി അൻവറിന്റെ വീട്ടിൽ നിന്നാണ് അഷ്കർ അലി കരിമ്പ തത്സമയം വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.